ഇന്ന് നമുക്ക് പായസം ഉണ്ടാക്കിയാലോ? അത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇത്രയും കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഫ്രൈ ആക്കി ഇത് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ ഫ്രൈ ആക്കി എടുത്ത് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ അരക്കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ ഗോതമ്പ് നന്നായിട്ട് ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത്, അതായത് ഈ നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ പായസത്തിന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. അപ്പോൾ തീ വളരെ കുറച്ച് വെച്ച് നമ്മളിത് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പിന് നല്ല വേവുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ട് നമ്മൾ എടുത്തു കൊടുക്കണം. അപ്പോൾ ഇത് നല്ലവണ്ണം ഫ്രൈ ആകുമ്പോഴത്തേക്കും നല്ല നെയ്യുടെ നല്ലൊരു മണവും ഇതിനൊരു കളർ ചേഞ്ചസും ഒക്കെ വരും. ആ സമയമാകുമ്പോഴേക്കും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിതുപോലെ ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് വേവിച്ചാണ് എടുക്കേണ്ടത്. അതായത് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് ഇങ്ങനെ മാറ്റി വെച്ച് 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. അല്ലാതെ ഇത് നമ്മൾ ഡയറക്റ്റ് തന്നെ ശർക്കര പാനിയിലേക്ക് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടാൻ വളരെ പാടാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വേകട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ശർക്കര പൊടിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരപ്പാനിയാണിത്. അപ്പോൾ ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൈവശം ശർക്കരയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്താൽ മതി ശർക്കര. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് കൂടുതൽ ചേർത്താൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരണം. കണ്ടല്ലോ, ഇത് നന്നായിട്ട് ഉരുകി വന്ന് നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമ്മളിത് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് ശർക്കരയുമായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഈ സമയത്തൊക്കെ തീ വളരെ മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ശർക്കര അടുക്കി പിടിക്കുകയൊക്കെ ചെയ്ത് ഇത് കരിയാനുള്ള ഇടയുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരുന്നാൽ മതി. അപ്പോൾ ഇത് ഒരുവിധം നന്നായി വെന്ത് യോജിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കണ്ടല്ലോ, ആ ഒരു രീതിയിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അധികം താമസിക്കേണ്ട. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നുറുക്ക് ഗോതമ്പ് പായസം നമ്മൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ശർക്കരയും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലൊരു 1/4 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ്. ഞാനിത് 1-ാം പാൽ 2-ാം പാലായിട്ടൊന്നും ഞാൻ വേർതിരിച്ച് എടുത്തിട്ടില്ല. അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇത് ആദ്യം നമ്മൾ ചേർക്കുമ്പോൾ ആ പാലും ഇതും, അതായത് നമ്മുടെ ശർക്കരയും ഗോതമ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറുകി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1/4 കപ്പ് പാലുണ്ടല്ലോ അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട്
പെട്ടെന്ന് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഇരിക്കും തോറും നന്നായിട്ട് കുറുകിക്കൊണ്ടിരിക്കും ഈ ഒരു പായസം. അപ്പോൾ ഇതിനകത്തേക്കൊരു 3 ഏലക്ക ഞാൻ ഇതുപോലെ ചതച്ചതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ തീ ഓഫാക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പായസം ഇത് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഫ്രിഡ്ജിലും കൂടെ വെച്ചിട്ട് ഇതൊന്ന് എടുത്ത് കഴിച്ച് നോക്കൂ. അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കൂട്ടുകാർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അറിയിക്കുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം.